നമ്മൾ 2000 അല്ല, 2500 അല്ല, 3000 അല്ല, 3500 പാവപ്പെട്ട കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നതും അതിനടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതും എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. 2000 കൊടുക്കാൻ തീരുമാനിച്ചവർക്ക് 3000-ഓ 3500-ഓ ആക്കി വർദ്ധിപ്പിക്കുന്നതിന് പ്രയാസമുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് കൊടുക്കാനാവും പാവപ്പെട്ട മനുഷ്യർക്ക്. അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു. കാരണം 0.7% കേരളത്തിലെ അതിദാരിദ്ര്യം. നമ്മുടെ കണക്കല്ല, നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് 0.7%. 32%, 40% വരെയാണ് ബീഹാറിലും മധ്യപ്രദേശിലും ഒക്കെയുള്ള അതിദരിദ്രരുടെ എണ്ണം. 100-ൽ 40, 30, 38, 32 ഇങ്ങനെയാണ്. നമുക്കിവിടെ 100-ൽ ഒരാളില്ല, 0.7%. അപ്പോഴാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് നമുക്ക് ലോകത്താദ്യമായി ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന നാടായിട്ട് കേരളത്തെ മാറ്റാനാവും. അതിനു വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. അതിന്റെ ഭാഗമായിട്ട് നമ്മളിവരെ ആദ്യം കണ്ടെത്തണം. ഞാനന്ന് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിന്റെ കണക്കെടുക്കേണ്ടത്. അങ്ങനെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ ഞങ്ങൾ ഉപയോഗിച്ചു. 2-3 ലക്ഷത്തിലധികം ആളുകളുടെ കഠിനാധ്വാനത്തിലൂടെയാണ് കേരളത്തിലെ അതിദരിദ്രരെ ഞങ്ങൾ കണ്ടെത്തിയത്. 64,006 കുടുംബമുണ്ട് എന്ന് മനസ്സിലാക്കി. ആ കുടുംബത്തെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന നിധിയിലേക്ക് നമ്മൾ എത്തിച്ചു. കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയിലാദ്യമായി, ജനകീയ ചൈനയ്ക്ക് ശേഷം ലോകത്താദ്യമായി ഒരു മുതലാളിത്ത സമൂഹത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ സഖാവ് പിണറായി വിജയന്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നവംബർ 1-ാം തീയതി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിന്റെ നെറുകയിലാണ് നമ്മളുള്ളത്. ഒരു മുതലാളിത്ത സമൂഹത്തിനും അതിദാരിദ്ര്യവും ദാരിദ്ര്യവും അവസാനിപ്പിക്കാനാവില്ല. അതിന്റെ നിയമം അതാണ്. അതിന്റെ പ്രതികൂലമായ പശ്ചാത്തലം അതിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അതിന്റെ പ്രതിഭാസം പോലെ നമുക്കതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനാവും. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു. മുതലാളിത്ത പ്രതിസന്ധി ഇതാണ്. മുതലാളിത്തം നേരിടുന്ന ലോകത്തിന്റെ മുമ്പിലുള്ള പ്രതിസന്ധി. ലോകത്തെവിടെയാണ്? സമ്പന്നർ നിരന്തരം സമ്പന്നരായിക്കൊണ്ടേയിരിക്കും, വളർന്നുകൊണ്ടേയിരിക്കും. ദരിദ്രർ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടേയിരിക്കും. അതിദാരിദ്ര്യമോ ദാരിദ്ര്യമോ അവസാനിപ്പിക്കാൻ മുതലാളിത്തത്തിനാവില്ല. എന്നാൽ മുതലാളിത്ത സമൂഹത്തിൽ ഒരു ബദൽ നിലപാട് വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ ചൈനയ്ക്ക് ശേഷം ആദ്യമായി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച സംസ്ഥാനമായിട്ട് നമ്മൾ മാറുന്നു. ലോകം അടയാളപ്പെടുത്തുന്നു. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. വളരെയേറെ സജീവമായ രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലിലൂടെയാണ് നമുക്ക് ഈ കടമ നിർവഹിക്കാൻ, ഈ ചുമതല നിർവഹിക്കാൻ വേണ്ടി സാധിച്ചത്. നമുക്ക് കേരളത്തിൽ ഇനിയും ബഹുദൂരം മുന്നോട്ടേക്ക് പോകണം. ഇവിടെ പ്രസംഗിക്കുന്നത് ഞാൻ വരുമ്പോൾ കേട്ടത് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചാണ്. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. നമുക്കൊട്ട് സ്വതന്ത്രമായി പണം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. നമുക്കറിയുന്നതുപോലെ GSTയുടെ ഭാഗമായി കിട്ടുന്ന ഓഹരി മാത്രമേ സംസ്ഥാനങ്ങൾക്ക് ചെലവഴിക്കുന്നതിനു വേണ്ടി ലഭിക്കുന്നു. അതുകൊണ്ടെന്താ പ്രശ്നം? നമുക്ക് ദാരിദ്ര്യവും അതുപോലെ പിന്നോക്കാവസ്ഥയും പങ്കിട്ടെടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള നിലപാടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. നമുക്ക് ഫലപ്രദമായ രീതിയിൽ കേരളത്തെ നവീകരിക്കണം, നിരന്തരമായി നവീകരിച്ചുകൊണ്ടിരിക്കണം.
കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനാവണം. ഇങ്ങനെ കേരളത്തിന്റെ പുതിയ പാതയിലൂടെ ലോകത്തിന്റെ മുമ്പിൽ, ലോകത്തിന്റെ നെറുകയിൽ നമുക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പുതിയ കേരളം, നവകേരളം. കേരളത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഇനിയും സാധിക്കണം. അതിന് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പണം തരില്ല. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടുന്ന് സ്വയം ഉണ്ടാക്കാനുള്ള സാധ്യതയും കുറവാണ്. ആ പരിസ്ഥിതിയിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും പരീക്ഷിക്കാത്ത കാര്യം നമ്മളിവിടെ ചെയ്തു. അതാണ് ഒരു പുതിയ സാമ്പത്തിക സ്ഥാപനത്തെ നമ്മൾ ശക്തിപ്പെടുത്തി കിഫ്ബി. ആ കിഫ്ബിയാണ് കേരളത്തെ ആധുനികവൽക്കരിക്കാൻ ഏറ്റവും ശ്രദ്ധേയമായ ചുമതല നിർവഹിച്ചത്. നമുക്കിതേവരെ വേറൊരു സംവിധാനം ഉണ്ടാക്കാനാവില്ല, അതാ സാധിച്ചത്. അന്ന് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, മലർക്കുടിക്കാരന്റെ സ്വപ്നം നടക്കാതെ കാര്യം. പക്ഷെ ഇന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം, നാഷണൽ ഹൈവേക്ക് വേണ്ടി ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് നാഷണൽ ഹൈവേ കടന്നു വരുന്നത്. മഹാരാഷ്ട്ര, പനവേലി, അവിടെ നിന്നാ തുടക്കം. ഗോവ, കർണാടകം, കേരള, തമിഴ്നാട്. ഒരു സംസ്ഥാനത്തോടും കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റി പണം വാങ്ങിയിട്ടില്ല. നമ്മളോട് മാത്രം 5550 കോടി വാങ്ങി. ആ പണം കൊടുത്തത് നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ കിഫ്ബിയാണ്. 5550 കോടി. നമുക്കറിയാം, ഈ 5550 കോടി കൊടുത്തപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, കിഫ്ബിയിൽ നിന്ന് കടം വാങ്ങിയതാണ്, അതുകൊണ്ട് നിങ്ങളുടെ കടത്തിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഉൾപ്പെടുത്തുന്നു. അപ്പോൾ കടം വാങ്ങാനുള്ള നമ്മുടെ ശേഷി 5550 കോടി രൂപ കുറച്ചു. മൊത്തം നമുക്ക് 11,160 കോടി രൂപ നാഷണൽ ഹൈവേക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിനും കൊടുക്കേണ്ടി വന്നില്ല. പക്ഷേ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാവുകയാണ്. അതിനെതിരായ സമരം നടത്തിയവരാണ് കോൺഗ്രസുകാരും ബിജെപിക്കാരും. ഒരു സംശയവും വേണ്ട, ഈ കൊല്ലം പൂർത്തിയാവുമ്പോഴേക്ക് നാഷണൽ ഹൈവേ 66 നമ്മുടെ തലപ്പാടിയിൽ നിന്ന് തിരുവനന്തപുരത്തിന്റെ അതിർത്തി വരെ ഈ 6 വരി പാത പൂർത്തിയാവും എന്ന കാര്യത്തിന് സംശയമില്ല. ഇടത് ഗവൺമെന്റിന്റെ ാവുന്ന വികസന പ്രക്രിയയിലെ 1ാം നമ്പർ പ്രവർത്തനമാണ് നാഷണൽ ഹൈവേ 66. അതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അസാധ്യമാണെന്ന് കണ്ടതെല്ലാം സാധ്യമാക്കിയ ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. പറഞ്ഞ കാര്യം എന്താണോ പറയുന്ന കാര്യം അതുപോലെ ചെയ്യുമെന്നുള്ളതിന്റെ മറുപേരാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര്. അത് ഈ കേരളം അംഗീകരിക്കുന്ന കാര്യമാണ്. ഓരോന്നോരോന്ന് ഈ രീതിയിൽ മുന്നോട്ടേക്ക് വരുന്ന ഓരോ വികസനത്തെയും നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിയും. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ കൽപ്പറ്റയിലെത്താൻ ചുരം കയറുമ്പോഴുണ്ടാവുന്ന പ്രശ്നം വെച്ചുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. വി.ഡി. സതീശൻ പറഞ്ഞു, പ്രകൃതി ആഘാതത്തിന്റെ ഭാഗമായ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കില്ല. നീ അനുവദിക്കോ ഇല്ലയോ നോക്കിയിട്ടല്ല, കേരളത്തിന്റെ ആവശ്യമായ വികസന പ്രവർത്തനത്തിന് മുൻകൈ എടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോയി.